മനുഷ്യൻ ഏതായിരുന്നാലും ദുരന്തങ്ങൾ അത് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സംവിധാനത്തിനാണ് ഈ ഒരു അപകടം പറ്റിയിരിക്കുന്നത് എന്നതുകൊണ്ട് നമ്മൾ അതിലേറെ ദുഃഖിതരാണ്. ഇനി അങ്ങോട്ടുള്ള കാലം അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. ദുരന്തങ്ങൾ ഒരു വശത്ത് മനുഷ്യന് പരീക്ഷണങ്ങളാണ്. ഞാനൊന്നുമല്ല, മനുഷ്യന്റെ എത്ര വലിയ ശക്തിയും സാമ്പത്തിക ശക്തിയും ശാരീരിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും മറ്റേതെങ്കിലും തരത്തിലുള്ള മനുഷ്യന്റെ തൻ്റെ ഹോൾഡുകൾ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ നിഷ്പ്രഭനാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്തും സംഭവിക്കും, ഒന്നിനെയും തടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങളായിരിക്കും. ഭൂമിയും ആകാശവും പർവ്വതങ്ങളിലും കടലിലും ഒക്കെ സംഭവിക്കുന്ന പലതരം ദുരന്തങ്ങളുണ്ട്. സുനാമിയും പ്രളയവും മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലും പലതും അക്കൂട്ടത്തിൽപ്പെട്ടതാണ്. വാഹനാപകടങ്ങൾ, കരയിലുണ്ടാകുന്ന അപകടങ്ങൾ, അതിനേക്കാളും വലുതാണ് സമുദ്രത്തിലുണ്ടാകുന്ന അപകടങ്ങൾ. ഈ അടുത്ത കാലത്തായി ഒന്നിലേറെ കപ്പലുകൾ കേരളത്തിൻ്റെ തീരങ്ങളിലാണ് മറിഞ്ഞത്. അതിലുള്ള നൂറുകണക്കിന് കണ്ടെയ്നറുകൾ, അതിലുൾപ്പെട്ടിരിക്കുന്ന രാസപദാർത്ഥങ്ങളും മറ്റുമായ വസ്തുക്കൾ കടലിന് എത്രമാത്രം ആഘാതം ഏർപ്പെടുത്തും, ആ കടലിലുള്ള മത്സ്യങ്ങൾക്കും മറ്റു ജീവികൾക്കും എന്താഘാതമാണ് വരുത്തുക എന്നത് ഇനിയും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല, അതിട്ട് കഴിയുകയും ഇല്ല. അതുമൂലം മനുഷ്യർക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങൾ വായുമലിനീകരണം വഴിയോ അല്ലെങ്കിൽ ഈ കടലിൽ നിന്ന് പ്രസരിക്കുന്ന മറ്റേതെങ്കിലും വഴിയോ രോഗങ്ങളോ എന്തു വരുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. അതുമാത്രമാണ് മനുഷ്യന് ചെയ്യാനുള്ളത്. അപ്പൊ സംഭവിക്കുന്നതെല്ലാം സംഭവിക്കുമ്പോൾ അള്ളാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ്, സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും അവനാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കർമ്മങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആരാണ് നല്ലത് ചെയ്തു ജീവിക്കുന്നവർ, ആരാണ് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പടച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം എന്ന് പറയുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്കത് നിയന്ത്രിച്ചുകൂടെ?